പറഞ്ഞില്ലേ ഹൗസ് നമ്പർ 996. ഞാൻ അവിടെ എത്തി. ആ സ്പീഡ് ലിമിറ്റ് 30. ആ 30 എഴുതിയേക്കണ അവിടെ വന്നാ. ആ ഇനി അതിന്റെ ആ സൈഡിൽ കൂടി താഴോട്ടൊരു വഴി കണ്ടോ? സൈഡിലൂടെയോ? അതൊരു റോഡുണ്ടോ? അത് നമ്മുടെ വീട്ടിലോട്ടുള്ള വഴിയാ. ഇച്ചിരി പൊട്ടിപ്പൊളിഞ്ഞിട്ടുണ്ട്. ആ ശരി ശരി, ഞാൻ എത്താം. ഓക്കെ ഓക്കെ. വാ, വഴി കണ്ടുപിടിക്കാൻ പാടുണ്ടായിരുന്നോടി? ചെറുതായിട്ട്. അയ്യടാ, അപ്പൊ ഇങ്ങോട്ടുള്ള വഴിയൊക്കെ നീ മറന്നുപോയി. എത്ര വർഷങ്ങൾക്ക് മുമ്പാ ഞാൻ ഇവിടെ വന്നത്? വാ, എന്നാലും നീ കുറച്ച് അതിക്രമ ഷീജ ചെയ്തത്. എന്തു പറ്റി? ഇന്നലെ ഒരു വാക്ക് പറയായിരുന്നില്ലേ വരണ്ടെന്ന്? എടി പെട്ടെന്ന് പ്ലാൻ ചെയ്തതാ. പിന്നെ പെട്ടെന്ന് അതുകൊണ്ട് എന്താ ഇപ്പൊ ഒരു വക കഴിക്കാനില്ല ഇവിടെ? എന്തെങ്കിലും തരണ്ടേ? നീ ഒന്നും തരണ്ട, നീ വെള്ളം തന്നാ മതി. ആ അതാ വെള്ളം. ഞാൻ ഇവിടെ വർത്താനം പറഞ്ഞിട്ട് വെള്ളം തരാം. എത്ര നാളായി കണ്ടിട്ട്. സുഖമല്ലേടാ? സുഖമായിട്ടിരിക്കുന്നു. ചേട്ടനും പിള്ളേരൊക്കെയോ? എല്ലാവർക്കും സുഖം. നമ്മുടെ കൂടെ പഠിച്ച ആരെങ്കിലും ഒക്കെ കാണാറുണ്ടോ? ആരെ കാണാനാ സമയം? എല്ലാവർക്കും തിരക്കല്ലേ. എന്ത് രസമായിരുന്നല്ലേ പണ്ടത്തെ സമയങ്ങളൊക്കെ. ഓ, നിന്റെ വീട്ടിൽ നിന്ന് അമ്മ ഒരു ഓട്ടട ഉണ്ടാക്കി കൊടുത്തു വിടൂലേ? എന്റെ പൊന്നോ, അതിന്റെ സ്വാദ് ഇപ്പോഴും ഉണ്ട് ഉള്ളില്. അമ്മ എന്ത് പറയണ? സുഖമായിട്ടിരിക്കണ? പ്രായമായിട്ടുണ്ടാവല്ലേ? അമ്മ പോയടി. വയ്യാതിരിക്കുമായിരുന്നോ? അങ്ങനെ പ്രത്യേകിച്ച് അസുഖമൊന്നും ഇല്ലായിരുന്നു. ഒരു ദിവസം രാവിലെ കഴിച്ച് അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നു, പ്രസാദമൊക്കെ തന്നു, ഫുഡ് കഴിച്ചു. എന്നിട്ട് പറഞ്ഞു ഒന്ന് കിടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പോയതാ. കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ എന്തിനോ വേണ്ടി വിളിക്കാൻ റൂമിലോട്ട് ചെന്നപ്പോൾ കട്ടിലിൻ്റെ ചുവട്ടിൽ കിടക്കാം. സാരമില്ല, എന്ത് പറയാനാ. അറിഞ്ഞേ ഇല്ല ഞങ്ങളാരും. ഞാൻ ഓടി വന്നേനെ കാണാൻ. അപ്പോഴത്തെ അവസ്ഥ നിനക്ക് ചിന്തിക്കാമല്ലോ. പെട്ടെന്ന് ആരോടും ഒന്നും പറയാനും പറ്റിയില്ല. നിനക്കറിയാലോ, അമ്മ ജീവിച്ചത് മൊത്തം എനിക്ക് വേണ്ടിയാ. ജീവിച്ചിരുന്നപ്പോൾ അമ്മയുടെ സന്തോഷത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് വിചാരിച്ചതാ. പക്ഷെ ഒന്നിനും സമയം കിട്ടിയില്ല. ഇപ്പോഴാണെങ്കിലോ അമ്മയും ഇല്ല. പിന്നെ നീ പറ, നിന്റെ വിശേഷങ്ങൾ പറ. എനിക്കെന്താ സുഖം. അമ്മയോടി? അമ്മ സുഖമായിട്ടിരിക്കുന്നു. അമ്മ എനിക്ക് വേണ്ടിയാണ് കൂടുതലും ജീവിച്ചത്. പക്ഷേ എനിക്ക് അമ്മയെ അത്രത്തോളം നോക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അമ്മയ്ക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നൊക്കെ വിചാരിക്കുമായിരുന്നു. ഈ സമയമില്ലായ്മ എന്നെ അപ്പോഴും ഒന്നും കാര്യമായിട്ടൊന്നും നടന്നില്ല. എഴുന്നേറ്റാ? പിന്നെ നേരെ ഇത്ര ആയില്ലേ? എന്താ ഇത്? കടൽ വെള്ളം. ഏട്ടൻ ഇന്നലെ വന്നപ്പോ കൊണ്ടുവന്നതാ. ഞാൻ ഇവിടെയൊക്കെ ഒന്ന് തൂത്ത് വൃത്തിയാക്കിട്ടൊന്ന് തളിക്കുമായിരുന്നു. അവനെന്തേ? ഇപ്പൊ ഓൻ റെഡിയാവുന്നു. വേണോ ചേച്ചിക്ക്? അവിടെ തളിക്കണോ? തൂത്തില്ലല്ലേ? വേണ്ടേ? വരാൻ കണ്ട സമയം. ഇവിടെ
റൊണാൾഡോ. ലിലിപ്പെണ്ണ അല്ലല്ല, നീ വന്നേ, ഒരു അത്യാവശ്യം. നീ ഇങ്ങ് വാ. എന്തുവായിരുന്നു? എനിക്ക് ലില്ലിപ്പെണ്ണ കാണേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നല്ലോ. ദോശമാവില്ലേ? ദോശമാവല്ല, ഉപ്പുമാവോ? നമ്മുടെ പറ്റുബുക്ക് എന്ത്? പറ്റുബുക്ക് ഉണ്ടായിരുന്നല്ലോ. പറ്റുബുക്ക്, ഈ പറ്റുബുക്കിലെ ഇതിലെ പറ്റുബുക്കിലെ കണക്കില്ലേ? ഏത് പറ്റുബുക്ക്? അവിടെ ഏത് കണക്ക്? പറ്റുബുക്ക്, അതില് കണക്ക് ഒന്ന് നോക്കിക്കേ. കണക്ക് എന്താ ഇതിന്റെ കണക്കൊന്ന് എഴുതിക്കേ. ഏത് കട? ബാബുണ്ണന്റെ കടയിലാണോ? അതല്ലേ മെനഞ്ഞാന്ന് കണക്ക് കൂട്ടി 2430 എന്ന് പറഞ്ഞത്. നീ എന്തേ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കണേ? ഞാൻ ഇങ്ങനെ നിന്നല്ലേ. 2430 രൂപ അത് കൂട്ടിയിട്ടുണ്ട്. പിന്നെ എന്റെ ഒരു 15 രൂപ ബാറ്ററി മേടിച്ചതിന്റെ ബാക്കിയുണ്ട്, അത് കുറച്ചിട്ടുണ്ട്. 2415 രൂപ. എന്തോ അതിലെന്തോ കുഴപ്പമില്ല. നീ ഒന്ന് കൂട്ടിക്കേ റൊണാൾഡോ, ഒരു അത്യാവശ്യ കാര്യത്തിന് പറയുമ്പോ. അത് ഞാൻ എന്തിനാ കൂട്ടുന്നത്? അങ്ങനെ കൂട്ടി തന്ന 15 രൂപ കുറച്ചാ കറക്റ്റ് ആവൂ. കറക്റ്റ് അല്ല, എന്നെ ഒരു 50 രൂപ പറ്റിച്ചിട്ടുണ്ട്. 50 കുറയ്ക്കണം. 50 കുറയ്ക്കണം. 50 നീ കുറച്ചേ. എന്നാ നീ എഴുതിക്കേ. അത് എഴുതുന്നതിന്റെ കാൽക്കുലേറ്റർ, മൊബൈലിനകത്ത് കാൽക്കുലേറ്റർ എടുത്ത് കുറച്ചപ്പോ 50 രൂപ. മൊബൈലില് കാൽക്കുലേറ്റർ ഇല്ല. കാൽക്കുലേറ്റർ ഉണ്ട്, അത് ശരിയാവുന്നില്ല, അതും തെറ്റാ. ഞാൻ കുറച്ചൊക്കെ. നീ കണക്ക് പഠിച്ചിട്ടില്ലേ? പഠിച്ചിട്ടുണ്ട്. കുറച്ചൊക്കെ അത് അതിനകത്തുണ്ട്. എനിക്ക് കനകമച്ചമ്മ കാണണം. റൊണാൾഡോ ഇവിടെ ഇരുന്നേ. നീ കനകമച്ചമ്മനെ കാണണേ എന്തിനാ? നീ പോലീസ് സ്റ്റേഷനിലെ വണ്ടിയുടെ ഒരു കാര്യം വന്നിട്ടുണ്ട്. ഗോപി സാറ് വിളിച്ചായിരുന്നു, എനിക്കത് നോക്കാൻ പോണോ. ഏത് മുട്ട? നിനക്ക് മുട്ട പുഴുങ്ങിയിട്ടുണ്ട്, ഇത് കഴിഞ്ഞിട്ട് വേണം മുട്ട തരാൻ. അതും കഴിക്കാം. പേന അതിന്റെ ഉള്ളിലുണ്ട്. നല്ല ഉരുട്ടി എഴുതണേ, നല്ല ഉരുട്ടി എഴുതണേ. എനിക്ക് നോക്കണ്ട മനസ്സിലാവണില്ല. കടല, ബിസ്ക്കറ്റ്, പപ്പടം, മുട്ട. അയ്യോ, ഓ പയ്യ, നീ സ്റ്റേഷനിൽ പോണ? അമ്പലത്തിൽ. ഞാൻ നിന്നെ ഇത്ര നേരം ഇവിടെ കാത്തിരിക്കായിരുന്നു. അവിടെ കാത്തിരിക്കണ നിനക്ക് അകത്തൊന്നും ഇവിടെ? എനിക്ക് നിന്നോട് മാത്രമായിട്ടൊരു കാര്യം പറയാനുണ്ട്. എത്ര രൂപയാണ്? ഓടാവണമെന്നൊന്നുമല്ല. നീ എൻ്റെ കൂടെ പഠിച്ച ഷീജേനെ അറിയൂലേ? അക്കരയിലുള്ളേ ഷീജനെ കഴിഞ്ഞ ദിവസം കണ്ടായിരുന്നേ. അപ്പൊ വിശേഷമൊക്കെ ഇവിടെ വന്നായിരുന്നു ഷീജ. വിശേഷമൊക്കെ പറയണ കൂട്ടത്തില് അമ്മേനെ പറ്റി ചോദിച്ചു. അപ്പഴാ പറഞ്ഞേ അമ്മ മരിച്ചുപോയിന്ന് പറഞ്ഞു. കൊഴപ്പൊന്നും കുറച്ചു നാളായിന്ന്. അങ്ങനെ കൊഴപ്പൊന്നും ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് അല്ലല്ലേ കിടന്ന അവനല്ലേ പെട്ടെന്ന് പോകുന്നത്? ആരെ ശല്യപ്പെടുത്താൻ പോകുന്നല്ലേ നല്ലത്? അങ്ങനെയല്ല. അപ്പൊ അവക്ക് ഭയങ്കര വിഷമം. എല്ലാം ഉണ്ട്, എന്നാ എപ്പോഴും ഓർക്കും അമ്മയ്ക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കണമെന്ന്. പിന്നെ ആവട്ടെ എന്ന് വെച്ചോണ്ടിരുന്ന് അവരങ്ങ് പോയി. അതങ്ങനെയാടി, നമുക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്യണമെന്ന് തോന്നിയാ അപ്പൊ അങ്ങ് ചെയ്തേക്കാം. പിന്നെ വെച്ചാണ്ടല്ലോ അത് നടക്കൂല. നീ പോവല്ലേ? എന്താ നിന്റെ പ്രശ്നം? എന്താണ് ഇപ്പൊ? ഞാനേ നമ്മുടെ അമ്മയ്ക്ക് സന്തോഷമായിട്ട് ഞാനും ഒന്നും ചെയ്തിട്ടില്ലല്ലോ. എന്ത്? നമുക്ക് നമ്മുടെ അമ്മ സന്തോഷത്തിലല്ലേ ഇവിടെ നിൽക്കണത്? നീ ആലോചിക്കാണ്. അമ്മയെ പൊന്നു പോലെയല്ലേ നമ്മ നോക്കുന്നത്. അമ്മയുടെ എന്തെങ്കിലും ഒരു കാര്യത്തിന് കുറവ് വരുത്താറുണ്ടോ? അമ്മയ്ക്ക് ഇവിടെ പോകണമെന്ന് അവിടെ കൊണ്ടുപോകും. അമ്മക്ക് എന്തൊക്കെ വേണം എല്ലാം നമ്മൾ ചെയ്ത് കൊടുക്കുന്നില്ലേ? പിന്നെന്താ? അത് നീയല്ലേ. ഞാൻ അമ്മയ്ക്കൊന്നും സന്തോഷമായിട്ട് ചെയ്തു കൊടുത്തിട്ടില്ല. നീ അതിന് വിഷമിക്കണേ. നമ്മളെ ഒരുമിച്ചല്ലേ എല്ലാം ചെയ്യുന്നത്. എന്ത് ചെയ്താലും നമ്മളല്ലേ. പാവം കല്യാണം കഴിപ്പിക്കാൻ വേണ്ടിട്ട് നോക്കിയിട്ട് അത് ഞാനിങ്ങനെയാക്കി. അമ്മയുടെ ആഗ്രഹത്തിനനുസരിച്ചിട്ടുള്ള ഒരാളല്ല ക്ലീറ്റം. എന്നെ പറ്റി ആലോചിക്കുമ്പോ അമ്മയ്ക്ക് സന്തോഷിക്കാൻ എന്താ ഉള്ളത്? പറഞ്ഞിട്ട് കാര്യമില്ല. നീ എന്നെ കൂടെ വിഷമിപ്പിക്കാരി. സാരല്ല.
എനിക്ക് അമ്മയ്ക്ക് സന്തോഷിക്കാൻ വേണ്ടി എന്തെങ്കിലും ചെയ്തു കൊടുക്കണം. എനിക്കറിഞ്ഞൂടെ ഇതിനപ്പുറം എന്ത് ചെയ്യാനാണ്? അതെനിക്കറിയില്ല, നീ പറഞ്ഞ എന്തെങ്കിലും ചെയ്തു കൊടുക്കാം. സമയം ഒരുപാടായി, നീ ചുമ്മാ പോട്ടെ, അത് ആലോചിച്ചോണ്ടിരിക്കണ്ട. എടേ അമ്മയ്ക്ക് അമ്മ ഓക്കെയാണ്, നീ ചുമ്മാ ആവശ്യമില്ലാത്ത എടാ ഒരു കാര്യം, എന്തെങ്കിലും ഒരു കാര്യം. എനിക്ക് ഞാൻ ആലോചിക്കാം, നോക്കട്ടെ. എനിക്കൊന്നും കിട്ടുന്നില്ലടി, ചുമ്മാ എന്നെയും കൂടെ വിഷമിപ്പിക്കാനായിട്ട്. അമ്മ ഓക്കെയാണടി. 12, 27, 38. ഇത് കറക്റ്റാണല്ലോ, ഇത് കറക്റ്റാ. ആ 50 രൂപ ഇതിനകത്ത് കുറയ്ക്കത്തില്ല. 2630 15 രൂപ പാർട്ടിയുടെ പൈസ ബാക്കി മാത്രമേ വരത്തുള്ളൂ. ചേട്ടത്തി വരുമ്പോ മുട്ടയുടെ എടുത്തോണ്ട് ഒരു കണക്ക് കറക്റ്റാ കേട്ടോ. മുട്ടയും കൂടെ എടുത്തോണ്ട് പോരെ, കണക്ക് കറക്റ്റാ. മുട്ട പുഴുങ്ങി എടുത്തോണ്ട് പോരെ, കറക്റ്റ് കണക്കാ. 2615 മുട്ട. ഏത് മുട്ട? ഏത് മുട്ടയാണ് ഇവിടെ കണക്ക് എഴുതടാ? മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞില്ല, അതാ മുട്ട, എഗ്. മുട്ട തരാം. ആ എടാ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. എന്ത്? നിനക്ക് നല്ല സന്തോഷം എപ്പോഴാ? സന്തോഷം ഇപ്പൊ മുട്ട കിട്ടിയ നല്ല സന്തോഷമായി. ഓഫർ അതല്ലടാ, അല്ലാതെ നമ്മള് നല്ല സന്തോഷം എപ്പോഴാ ജീവിതത്തിൽ? സന്തോഷം എന്ന് പറഞ്ഞാല് പിന്നെ നല്ല വിശന്നിരിക്കുന്ന സമയത്ത് വിശപ്പിന്റെ കാര്യം വീട്, വിശപ്പല്ല, അല്ലാതെ സന്തോഷം. വിശപ്പില്ലാത്ത, ഇപ്പൊ നിനക്ക് വിശപ്പില്ലാത്ത ഒരാളാണെങ്കിൽ നിനക്ക് എന്തായിരിക്കും സന്തോഷം? പൈസ കിട്ടിയ സന്തോഷം, കാര്യമില്ലാത്തവനാണല്ലോ. പിന്നെ കൂട്ടുകാരുമായിട്ട് കവട്ട അടിക്കാന്നുണ്ടെങ്കിൽ ഭയങ്കര സന്തോഷമായിരിക്കും. പിന്നെ റോസ്മേരി വേണ്ട, അത് അങ്ങോട്ട് പോയ സന്തോഷം കിട്ടത്തില്ലല്ലോ. പിന്നെ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ലെന്നേ, ഇപ്പൊ നിനക്കൊരു ഇച്ചിരി പ്രായമൊക്കെ ആയിരിക്കുക, നിനക്ക് ഇച്ചിരി പ്രായമൊക്കെ ആയി കഴിയുമ്പോൾ എന്തായിരിക്കും നിന്റെ സന്തോഷം? പ്രായമായി കഴിയുമ്പം സന്തോഷം എന്ന് പറയുന്നത് ജോലിക്കൊന്നും പോകാതെ പെൻഷനൊക്കെ കിട്ടി ഇങ്ങനെ അനങ്ങാതെ സമയത്ത് ആഹാരമൊക്കെ കൊണ്ട് തന്ന് വരുന്ന ബന്ധുക്കളൊക്കെ 500 രൂപ വീതം കൈമുടക്കൊക്കെ തന്ന് പലഹാരമൊക്കെ. ഒന്നുമില്ല. മുട്ട. മുട്ടയാ? ഇത് മുട്ടയാന്ന് വിചാരിച്ചത്. എന്നെ ഒരു പഴവുണ്ണിയെ പോലെ കാണുന്നുണ്ടല്ലേ അവർ ഈ പഴം എനിക്ക് കൊണ്ടു തന്നത്. എനിക്ക് സന്തോഷം വരുന്നത് ഇപ്പം എവിടെയെങ്കിലുമൊക്കെ പോകാനായിട്ട് ഞാൻ നല്ല സാരിയൊക്കെ ഉടുത്ത് നല്ല ഒരുങ്ങി ഇങ്ങനെ വരുമ്പോഴത്തേക്ക് ഏട്ടൻ പറയുകയാണ്, ഇന്ന് നിന്നെ കാണാൻ നല്ല സുന്ദരിയായിട്ടിരിക്കുന്നത് എന്ന് പറയുമ്പോൾ എനിക്കൊരു സന്തോഷം. വേറെ ഇപ്പോൾ ഏട്ടനൊരു നല്ല ഡ്രസ്സ് എടുത്തു തന്നെന്ന് വിചാരിച്ചു, പ്രതീക്ഷിക്കാതെ, അതൊരു സന്തോഷം വരും. പിന്നെ ഇപ്പം പറയാതെ ഒരു ജ്വല്ലറിയിൽ കൊണ്ടുപോയിട്ട് എന്താ പറയുക, നിനക്ക് ഇഷ്ടമുള്ള എന്താണെന്ന് വെച്ചാൽ നീ എടുത്തോന്ന് പറയും. അപ്പം ഞാൻ പറയും, എനിക്കിത് ഈ കമ്മൽ ഇഷ്ടപ്പെട്ടേട്ടാ എന്ന് പറയുമ്പോഴത്തേക്ക് മടിയൊന്നും കൂടാതെ അതെനിക്ക് വാങ്ങിച്ചു തരും. അപ്പം എനിക്ക് ഭയങ്കര സന്തോഷം വരും. തുള്ളിച്ചാടാൻ തോന്നും, പ്രതീക്ഷിക്കാത്തതല്ലേ. വേറെ സന്തോഷം? വേറെ സന്തോഷം അത് പറഞ്ഞപ്പോഴാണ് ഓർത്തത്, എൻ്റെ കൂട്ടുകാരി മറ്റേ സുനിതയില്ലേ, സുനിതയും ഭർത്താവും കൂടെ ഭയങ്കര വഴക്കായിരുന്നു കേട്ടോ ചേച്ചി. കഴിഞ്ഞ ദിവസം 2-3 ദിവസമായിട്ട് അവർ പൊരിഞ്ഞ ഇടിയായിരുന്നു, മിണ്ടണേ ഇല്ലായിരുന്നു. അപ്പോൾ ഒരു ദിവസം രാത്രി ഈ സുനിതയുടെ ഭർത്താവ് വന്നിട്ട് പറഞ്ഞു, മര്യാദക്ക് പോയി വണ്ടി കയറാൻ പറഞ്ഞു. പറഞ്ഞു, എന്തിന്? ഞാൻ കയറത്തില്ല എന്ന് പറഞ്ഞു. നീ മര്യാദക്ക് പോയി വണ്ടി കയറാനാ പറഞ്ഞെന്ന് പറഞ്ഞു. ഉടനെ ഇയാൾ പേടിപ്പിച്ചപ്പോഴത്തേക്ക് ഇവള് പോയി വണ്ടി കയറി. വണ്ടി കയറിയിട്ട് ഇയാൾ ഒരൊറ്റ വണ്ടി എടുത്തിട്ട് നിർത്തിയത് എവിടെ കൊണ്ടാണെന്നറിയോ? മൂന്നാർ കൊണ്ട് വണ്ടി നിർത്തി. അവർ 2 ദിവസം താമസിച്ച് അടിച്ച് പൊളിച്ച് വന്നു. വഴക്കും തീർന്ന് എല്ലാം തീർന്നു. അതവരുടെ സന്തോഷം. പിന്നെ വേറെ എൻ്റെ സന്തോഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാരും കൂടെ എവിടെയെങ്കിലും പോയേ. ചേച്ചി എന്തടി തങ്കം? അല്ലേ, ഞാന് മറ്റേ കുരുമുളകൊക്കെ പഴുത്തുക, അത് ഇറക്കാൻ വേണ്ടിട്ട് ഒരാളെ അന്വേഷിച്ചിട്ട് റോഡിലേക്ക് ഇറങ്ങിയതാ. എന്തേ
മാമൻ എന്നും സന്തോഷല്ലേടി? ഏറ്റവും കൂടുതൽ സന്തോഷം എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനിപ്പോ ചീരയ്ക്ക് വിത്ത് പാകില്ലേ, ആ വിത്ത് മുഴുവനും മുളച്ചിങ്ങനെ തളിർത്ത് വരുന്ന കണ്ട മാമനൊരു സന്തോഷം. ആ പിന്നെ അത് പുഴുക്കത്തൊന്നും ഇല്ലാണ്ട് എല്ലാ ഇലകളും ഇങ്ങനെ തളിർത്ത് വളർന്ന് ഇങ്ങനെ വലുതായി ഇങ്ങനെ നിൽക്കണ് കാണാനൊരു സന്തോഷം. ആ പിന്നെ അത് നമ്മള് കുറച്ച് വിൽക്കുമ്പോ നമ്മൾ വിചാരിച്ചാലും കൂടുതൽ കാശ് കിട്ടുമ്പോ മാമൻ അതിലും സന്തോഷം. ആ പിന്നെ ആരെങ്കിലും വിളിച്ച് 2 തരുമ്പോ 2 അടിച്ച് കിടന്നുറങ്ങുമ്പോ അതിലും വലിയ സന്തോഷം. ആ മാമൻ ഇതൊക്കെ തന്നെയാണ് ഏറ്റവും വലിയ സന്തോഷം. അല്ലാതെ എന്താ സന്തോഷം? ഇപ്പൊ എന്താ അങ്ങനെ ചോദിക്കണ്? ഹലോ ഹലോ, നീ പോയില്ലേ? എന്താണ് നിന്റെ പ്രശ്നം തങ്കം? പറ. ശരിയേ, ഇതിപ്പോ ഈ തങ്കം സന്തോഷം എന്ന് പറയുന്നത് ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ്. ചിലർക്ക് കൂട്ടുകാരോടെ ഇരുന്ന് കള്ളു കുടിക്കുമ്പോൾ സന്തോഷം കിട്ടും, ചിലർക്ക് സുഹൃത്തുക്കളോടൊപ്പം സിനിമ കാണാൻ പോകുമ്പോൾ സന്തോഷം കിട്ടും, ചിലർക്ക് ഓടാൻ ചാടാൻ ഇങ്ങനെ ക്രിക്കറ്റ് കളിക്കാനും അങ്ങനെയുള്ള കളികളിൽ ഏർപ്പെടുമ്പോൾ സന്തോഷം കിട്ടും. ഇപ്പൊ വേറെ ഇപ്പൊ എന്നെ സംബന്ധിച്ച് ഇപ്പൊ എൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ ഈ വീടും ഈ വസ്തുവും എൻ്റെ പേരിലോട്ടാക്കിയുള്ള ഓഹരി വീതിച്ച് തന്നു കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്ന സന്തോഷം ഉണ്ടല്ലോ, അത് പറഞ്ഞറിയാൻ നിനക്ക് നേരിട്ട് കാണാം. അത് നീ അമ്മയെടുത്ത് പറഞ്ഞാൽ എത്ര പെട്ടെന്ന് ചെയ്യാൻ നോക്കും. പിന്നെ അങ്ങനെ അല്ലാത്ത സന്തോഷം ഇപ്പൊ പിന്നെ ചില വ്യക്തികളുണ്ട്, ഈ സർക്കാർ ജോലിയൊക്കെ ഉള്ള ഉദ്യോഗസ്ഥരുണ്ട്, അവർക്ക് കൈക്കൂലി വാങ്ങുമ്പോൾ കിട്ടുന്ന സന്തോഷം എന്ന് പറഞ്ഞാണ്ടല്ലോ, അയ്യോ. ചിലർക്ക് ബക്കറ്റ് പിരിവ് നടത്തുമ്പോഴും നല്ല സന്തോഷമുണ്ട്. ബക്കറ്റ് പിരിവാണെന്ന് സന്തോഷം ഉണ്ടടി, എങ്ങനെ സന്തോഷമില്ലായിരിക്കും? അത് ഞങ്ങൾ കൊണ്ട് പുട്ടടിക്കുകയല്ല, അത് ഏതെങ്കിലും പാവങ്ങളുടെ ആവശ്യത്തിന് ചികിത്സയ്ക്കാണ്, അതൊരു ദാനമാണ്. ദാനം ചെയ്താൽ കിട്ടും സന്തോഷം. പിന്നെ അതുപോലെ ഇപ്പൊ നീ എന്തെങ്കിലും വായിക്കുറിയായിട്ട് എൻ്റെ മനസ്സിന് ഇഷ്ടമുള്ള ഒരു ആഹാരം ഉണ്ടാക്കി തന്നെ എനിക്ക് കിട്ടും സന്തോഷം. ഇതല്ലാതെ മനുഷ്യന്റെ ജീവിതത്തിൽ വേറെ സന്തോഷങ്ങളൊക്കെ ഉണ്ടാവൂലേ? എന്നെ സംബന്ധിച്ച് ഇനിയിപ്പോൾ ഒരു കണക്ക് നോക്കി തീർക്കാണ്ട് ആ കണക്കങ്ങ് തീർത്ത് കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ കൂടെ സാറിന് കാണിക്കണം. അതൊക്കെയാണ് എനിക്കിപ്പോൾ ഉള്ള സന്തോഷം. 30 നീ ഒരു ചായ കൂടെ തന്നാൽ കുറേ കൂടെ സന്തോഷമാവും. പിന്നെ ഒരു 500 രൂപ കൈമടക്ക് എനിക്ക് സന്തോഷത്തോടെ തന്നാൽ എൻ്റെ വലിയ സന്തോഷം നിനക്ക് കാണാം. ഏതെങ്കിലും ഒന്ന് ചെയ്യും, ചായ തന്നാലും മതി, പൈസ തന്നില്ലെങ്കിൽ. ഓ ഇവിടെ എന്താ ഒന്നും ആയില്ല. അന്വേഷിച്ചത് കണ്ടെത്തിയോ? നിന്റെ അടുത്ത് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പോയെങ്കിൽ ഞാൻ സ്റ്റേഷനിൽ പോയിട്ട് എനിക്കൊരു മനസ്സമാനല്ല. ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ട് എന്തായാലും അങ്ങനെ ഇരുന്നപ്പോ ഒരു സാധനം കിട്ടി. എന്താ ഉത്തരം കിട്ടി. എന്താന്ന് പറ. ഈ വരുന്ന 25-ാം തീയതി ഒരു പ്രത്യേകത ഉണ്ട്. ഈ വരുന്ന 25-ാം തീയതി ജനുവരി 25. എന്ത് പ്രത്യേകത? നീ അങ്ങനെ മറക്കാൻ സാധ്യത ഇല്ലാത്തയാണല്ലോ. അമ്മയുടെ പിറന്നാള്. എത്രാമത്തെ? 70 വയസ്സായോ നമ്മുടെ അമ്മയ്ക്ക്? 70 വയസ്സായി. സപ്തതി 2 ദിവസമേ ഉള്ളൂ. നമുക്കതങ്ങോട്ട് ആഘോഷിച്ചാലേ. അമ്മയുടെ കൂട്ടുകാര്, നമ്മളെ കൂട്ടുകാര്, നമ്മുടെ ബന്ധുക്കള്, നാട്ടുകാര് എല്ലാരും ചേർത്ത് നിർത്തിയിട്ട് അമ്മയെ കൊണ്ട് കേക്ക് മുറിപ്പിക്കുന്നു, അമ്മയ്ക്ക് സമ്മാനം കൊടുക്കുന്നു, ഉമ്മകൾ കൊടുക്കുന്നു, സദ്യ കൂട്ടുന്നു. അമ്മയ്ക്ക് സന്തോഷാവില്ലേ? എന്നാ പിന്നെ ആരംഭിക്കാം. പൊളിക്കണം നമ്മള്. ഇവിടെ ഇപ്പൊ മറ്റേ ഉത്സവ മൂടാണ്. എന്തായാലും സന്തോഷമായ ചേച്ചിയുടെ സപ്തതി മനോഹരാക്കി നടത്താൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് തീരുമാനം നൽകി. സമ്മതിച്ചു. സദ്യയും പന്തലും ഞാൻ ഏർപ്പാട് ചെയ്യും. ഷാമിയാന ഷാപ്പ്. എങ്ങനെ? ഷാമിയാന ഷാപ്പ്. നിങ്ങൾക്കൊക്കെയാണോ?
പക്ഷേ എനിക്കതങ്ങോട്ട് ഓക്കെ ആയില്ല. ശ്യാമേനെ ഷാബുവിന്റെ പന്തലിരുന്ന് അങ്ങോട്ട് കഴിക്കണം. പരിപാടി കയറി ഹിറ്റ് അടിക്കും. ഓമ്പയും പൊളി കടിക്കാൻ ഇത് മെഗാഷോ ഒന്നും അല്ലല്ലോ. പിന്നെ ഈ ഷാബു ആള് എന്ത് കുഴപ്പം? അല്ല അവന്റെ ലില്ലിയടുത്ത് എന്തോ